അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ കണ്ടെത്തും. ഇത് യേശുവിൻ്റെ വാക്കാണ്. എന്തുകൊണ്ടും വിശ്വസിക്കാൻ കൊള്ളാകുന്ന വാക്ക്. യേശു വാക്ക് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ഒരു നേതാവല്ല. പറഞ്ഞ വാക്ക് പ്രവൃത്തിയിൽ കാണിച്ചു തന്ന ഒരു നേതാവാണ്. യേശു കർത്താവിൻ്റെ ഒരു വാക്കാണ് ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കണം. പ്രസംഗിക്കാൻ എളുപ്പമാണ്. അങ്ങനൊരു സാഹചര്യം വന്നാൽ മറുകർണം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ്. എന്നാൽ തൻ്റെ ജീവിതം കൊണ്ട് യേശു അത് തെളിയിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, എന്നെ അവർ ക്രൂശിച്ചു കൊന്നുകളയും, എന്നാൽ ഞാൻ 3 നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും. യേശു എന്തു പറഞ്ഞു അങ്ങനെ തന്നെ അത് സംഭവിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ കല്ലറ കണ്ടാണ് നിങ്ങൾക്കത് ബോധ്യം വരേണ്ടതെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണും. അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അല്ല, തിരുവെഴുത്തുകളെ പരിശോധിച്ചിട്ടാണ് നിങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിൽ നിന്ന് വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് നൽകിത്തരും. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. യേശുവിൻ്റെ വാക്കാണ്. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. വിശ്വസിക്കാൻ കൊള്ളാകുന്ന വാക്ക്. എന്താണ് ഇന്ന് പകൽ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്? നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിലനിൽക്കുന്ന എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്നാണ്. നിങ്ങൾ അന്വേഷിക്കേണ്ടത് സ്ഥിരമായ എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ എന്നാണ്. ആ അന്വേഷണം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് സത്യ വചനത്തിലേക്കായിരിക്കും. കാരണം നിലനിൽക്കുന്ന സ്ഥിരമായ ഒന്നേയുള്ളൂ. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. നിങ്ങൾ കാലൂന്നി നിൽക്കുന്ന മണ്ണ് നിലനിൽക്കുന്നതാണെന്ന ഒരു തോന്നൽ കഴിഞ്ഞ 30-40 വർഷത്തെ അനുഭവം കൊണ്ട് ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ അന്വേഷിക്കുന്നത് സത്യത്തെയാണെങ്കിൽ നിങ്ങൾ സത്യം കണ്ടെത്തും. സത്യം വചനമാണ്. സത്യം യേശുക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ. ഇന്ന് പകൽ നിങ്ങൾക്കൊരന്വേഷണ മനോഭാവം ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ചിലത് കണ്ടെത്തും. നിങ്ങൾ അന്വേഷിക്കണമെന്നും നിങ്ങൾ ദൈവത്തെ കണ്ടെത്തണമെന്നും
ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സത്യമെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരന്വേഷണ മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ യഹോവയെയും അവൻ്റെ ശക്തിയെയും തിരയുക. തിരുവെഴുത്തിൽ അത് മറച്ചു വച്ചിട്ടുണ്ട്. അന്വേഷണ മനോഭാവത്തോടെ തിരുവെഴുത്തുകളെ തുറക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.